ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ഏകൻ ലേണിംഗ്. നിങ്ങൾ സ്വന്തം വരുൺ സർ ആണ്. മക്കളെ, എന്തൊക്കെയുണ്ടോ വിശേഷം? എല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ടേ USS എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? എല്ലാവരും നല്ല സെറ്റ് ആയിട്ട് ഏകണ്ട് ഒന്നിച്ച് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ഇല്ലേ? എല്ലാവരും ക്ലാസ് കാണില്ലേ? വൈകിട്ട് 8 മണിക്ക് ക്ലാസ് കാണില്ലേ എല്ലാവരും? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക കേട്ടോ. അവരും വരട്ടെ, അവരൊന്നിച്ച് നമുക്ക് നല്ല അടിപൊളിയായി പഠിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് നിങ്ങൾക്ക് നിങ്ങളെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് കടക്കാം, സമയമൊട്ടും കളയുന്നില്ല. നോക്കടാ, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസി ടോപ്പിക്കാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻ മിറർ എന്താണ് അല്ലെങ്കിൽ സമതല ദർപ്പണം എന്താണ് പറയാൻ പറ്റോടാ? എന്താണ്? യെസ്, ഒരു ദർപ്പണമാണല്ലേ, അല്ലെങ്കിൽ ഒരു മിററാണ്. പക്ഷേ അതിൻ്റെ പ്രതലം എങ്ങനെയായിരിക്കും? യെസ്, സമതലമായിരിക്കും അല്ലേ? അതിൻ്റെ സർഫേസ് സ്മൂത്ത് ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് മിററിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം എന്ന് പറയാം. അപ്പോൾ ഇതിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കടാ. അവിടെ നോക്കിയേ, അവിടെ കണ്ണാടിയുടെ മുമ്പിൽ എന്തുണ്ട്? ഒരു P എന്ന ആൽഫബറ്റ് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കടാ, ആ പീന്റെ സൈസ് അല്ലെങ്കിൽ ആ പീന്റെ വലുപ്പം ഒന്ന് നോക്കിയേ. നിങ്ങൾ വലുപ്പം കണ്ടോ? ഇനി ആ കണ്ണാടിയിൽ പീന്റെ വലുപ്പം എങ്ങനെയുണ്ട്? ഒരേപോലെയല്ലേ? ഈ പീന്റെ വലുപ്പം ഇവിടെ എങ്ങനെയാണോ അതേ വലുപ്പമല്ലടാ ഈ ഒരു പ്രതിബിംബത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ സവിശേഷത. എന്താണ്? അതായത് വസ്തുവിൻ്റെ വലുപ്പവും അതേപോലെ നമുക്ക് കാണുന്ന ആ പ്രതിബിംബത്തിന്റെ വലുപ്പവും രണ്ടും എന്തായിരിക്കും? രണ്ടും തുല്യമായിരിക്കും. കേട്ടല്ലോടാ? ഓക്കെ. സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ. വസ്തുവിന്റെ വലുപ്പവും തന്നെ ആയിരിക്കും പ്രതിബിംബത്തിന്റെ വലുപ്പവും. സിമ്പിൾ. ഫസ്റ്റ് പ്രോപ്പർട്ടി കഴിഞ്ഞു കേട്ടോ, ഒരു സവിശേഷത കഴിഞ്ഞു. ഇനി അടുത്തയിലേക്ക് നോക്ക്. കണ്ടാ? ആരാണത്? യെസ്, നിങ്ങളുടെ സ്വന്തം ഫഹദ് ഫാസിലാണല്ലേ. നിങ്ങളെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ദൂരമായിരിക്കും നിൽക്കുക അല്ലേ? ചിലപ്പോൾ ദൂരത്ത് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇമേജ് അല്ലെങ്കിൽ നിങ്ങളെ പ്രതിബിംബവും എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക? അതും നല്ല ദൂരത്ത് നിൽക്കുന്ന പോലെ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ഇല്ലടാ? ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു ദർപ്പണത്തിന് മുമ്പിൽ വന്ന് നിൽക്കുവാണ്, സമതല ദർപ്പണത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ തൊട്ടടുത്ത് ഇതാ ഈ ഫഹദ് ഫാസിലിന്റെ പോലെ തന്നെ ഇതാ കണ്ട, ദർപ്പണം ഇവിടെയാണെങ്കിൽ ഇയാൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്? ആ ഒരു പ്രതിബിംബവും അടുത്തായിട്ട് തോന്നും. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാടാ? അതായത് ആ സമതല ദർപ്പണവും അതേപോലെ വസ്തുവും തമ്മിൽ എത്ര ദൂരമുണ്ടോ അതേ ദൂരമായിരിക്കും ഈ ദർപ്പണവും അതേപോലെ പ്രതിബിംബവും തമ്മിൽ. കേട്ടോ? യെസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദി മിറർ ഈസ് ഈക്വൽ ടു ദി എന്തിനാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ. അത്രയേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ കണ്ണാടിയുടെ അടുത്ത് വന്ന് നിന്നാലേ പ്രതിബിംബവും അടുത്ത് വന്ന പോലെ തോന്നും. കണ്ണാടിയിൽ നിന്ന് ദൂരാണെങ്കിൽ ആ ഇമേജും നല്ല ദൂരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ. സോ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും ഒരേപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസ് കഴിഞ്ഞില്ലേ? ഇനി മൂന്നാമത്തേയിലേക്ക് പോടാ. മൂന്നാമത്തെ നോക്കിയേ. ഇതാ അയാൾ എന്താ ചെയ്യുന്നത്? ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് എന്താ ചെയ്യുന്നത്? യെസ്, വലത്തെ കൈ ഇങ്ങനെ കാണിക്കുവാണ്. അപ്പോൾ അയാൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നോക്കിയേ, ആ ഇമേജിൽ ആ പ്രതിബിംബത്തില് ഇമേജില് ലെഫ്റ്റ് കൈയാണ് കാണുന്നത്. ശ്രദ്ധിച്ചോടാ, ഇവിടെ അയാള് എന്ത് ചെയ്യുന്നു? വലത്തെ കൈയാണ് കാണിക്കുന്നത്. പക്ഷേ ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ ലെഫ്റ്റ് കൈയാണ് കാണുന്നത്. മനസ്സിലായോ? ഇതിനെ നമ്മൾ എന്ത് പറയും? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയും. ഓക്കെ. സിമ്പിൾ അല്ലേ? അപ്പൊ പ്ലെയിൻ മിററിന്റെ 3 പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതേപോലെ മറക്കണ്ട, വൈകിട്ട് 8 മണിക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവുന്നതാണ് എല്ലാ ദിവസവും. അപ്പൊ നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക. ഓക്കെ. സോ സീ യു ഓൾ. ബൈ ബൈ.